ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലീബാസ് കിച്ചൺ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കോളിഫ്ലവർ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോൾ കോളിഫ്ലവർ അതിലിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കണം. കോളിഫ്ലവർ ഈ ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കിടക്കണം. കൂടുതൽ സമയം വേണ്ട, മാക്സിമം ഒരു 5 മിനിറ്റ് മതി. ഈ സമയത്ത് എന്തെങ്കിലും പുഴുക്കളൊക്കെ അതിലുണ്ടെങ്കിൽ അതങ്ങ് പുറത്ത് പോയിക്കോളും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഈ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനൊരു ബൗൾ എടുത്ത് അതിലോട്ട് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ചേർക്കുമ്പോൾ കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്ക് ബാറ്ററായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ ഇതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഇതുപോലുള്ള ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ കോളിഫ്ലവർ അതിലോട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കി കോളിഫ്ലവറും കൂടെ വറുത്തെടുക്കാം. അങ്ങനെ കോളിഫ്ലവർ മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ വറുത്തെടുത്ത ഓയിൽ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ഒരു 8 പീസ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1 ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവാളയും ക്യാപ്സിക്കവും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് നല്ലപോലെ അത് വഴറ്റിയെടുക്കുമ്പോൾ ആ ഗ്രേവിക്ക് അതിൻ്റെതായ ടേസ്റ്റ് നല്ലപോലെ കിട്ടും. ലാസ്റ്റ് നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് സോസുകൾ ചേർക്കാം. ആദ്യം 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ചേർക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സോസുകളൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. സോസ് എല്ലാം കൂടി ആദ്യമേ ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് നോക്കിയിട്ട് പോരെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. ഞാൻ ആദ്യം ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗമാണ് ചോപ്പ് ചെയ്ത് ചേർത്തിരുന്നത്.
അതിന് ബാക്കി 1/4 ഭാഗം ക്യാപ്സിക്കമാണ് ഇപ്പം ക്യൂബ്സായിട്ട് അരിഞ്ഞ് ചേർത്തേക്കുന്നത്. ക്യാപ്സിക്കം സവാള ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, ഒന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ വെന്താൽ മതി. ഞാനിത് ഒരു സെമി ഗ്രേവി ഫോമിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പോർഷൻ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കോൺഫ്ലോർ ഒന്ന് വെന്ത് അതിൻ്റെ ആ ഒരു ചുവയൊന്ന് മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം കോൺഫ്ലോർ ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കോളിഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം വേവിക്കേണ്ട, ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഈ സമയം കറിയുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. കോളിഫ്ലവർ ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തതാണ്, പിന്നെ സോസിലും ഒക്കെ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് നോക്കി ചേർക്കണം. പിന്നെ ഇത് കോൺഫ്ലോർ ചേർത്തതുകൊണ്ട് കറി പെട്ടെന്ന് തന്നെ തിക്കാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കണം. ഇനി ലാസ്റ്റിൽ ഇതിലോട്ട് 1 നുള്ളു പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പം ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോഴത്തേക്ക് കുറച്ചുകൂടി തിക്കാവും. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വേറെ ദിവസം കാണാം. താങ്ക് യു.